ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് കുട്ടി കേക്കിനെ മുറിച്ചിട്ട് അമ്മക്കോ അച്ഛനാർക്കെങ്കിലും ആദ്യം വാങ്ങി തരും. നമ്മളെ ഭയങ്കര ആഘോഷമാണ്. എല്ലാ വീടുകളിലും എല്ലാ കുട്ടികളുടെയും എല്ലാ വലിയവരുടെയും മുതിർന്നവരുടെയും ബർത്ത്ഡേ ആഘോഷമാണ്. എല്ലാവരും വിളക്ക് ഊഴിക്കൊണ്ടേയിരിക്കുക. കാരണം ഭാരതീയ ദർശനം തമസോമ ജ്യോതിർഗമയാണ്. ഇരുട്ടുപോയി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി വെളിച്ചം ഉണ്ടാവരുന്ന നേരത്തിട്ട് ഊതി കെടുത്തലാണ്. അതൊക്കെ ദർശനത്തിനെതിരാണ്, ഭാരതീയതയ്ക്ക് എതിരാണ്, വേദങ്ങൾക്ക് എതിരാണ്, നമ്മുടെ മന്ത്രങ്ങൾക്ക് എതിരാണ്. ജീവിതത്തിൽ തന്നെ ഒരു പ്രകാശം ഊതിക്കെടുത്തി കുട്ടികളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഒരിക്കലും ഒരു മേലാൻ ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാൻ. നിങ്ങൾ കേക്ക് വാങ്ങിക്കുമ്പോൾ കുഴപ്പമില്ല, മുറിച്ചോ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ അതിൽ മെഴുകുതിരി കത്തിച്ചിട്ട് ഊതിക്കെടുത്തരുത്. അല്ലെങ്കിൽ പയ്യനെ കൊണ്ട് കത്തിച്ചു കൊടുക്കുക, അവൻ വിളക്ക് കൊളുത്തട്ടെ, പിന്നെ അത് കെടുത്തരുത്. അതൊക്കെ പ്രശ്നം. അപ്പൊ അത് മെഴുകുതിരിമയിലെ വെക്കണ്ട, അപ്പുറത്തെ എവിടെയും കത്തിച്ചാൽ വിളക്ക്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണ്? പാടുള്ളതാണോ? അതാണോ നമ്മൾ പഠിച്ചത്? ഒരു ദർശനവും അത് അംഗീകരിക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കുക. അതൊക്കെ യൂറോപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. യൂറോപ്പിന്റെ വെസ്റ്റേൺ ഫിലോസഫി നമ്മളിലേക്ക് വന്നു ചേർന്നാണ്. അത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ നിങ്ങൾ തുടരുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതായതിൻ്റെ തെളിവുകളാണ്. അവ നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാവണം. നമുക്കിപ്പോ രാമായണ മാസം എന്ന് പറഞ്ഞൊരു മാസത്തെ എല്ലാവരും നിരന്തരമായി രാമായണം വായിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളാണെങ്കിൽ പരിശുദ്ധ റമദാനിൽ ഈ ഉപവാസത്തിന്റെ കാലത്ത് ധാരാളമായി ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. പൂർണ്ണമായിട്ട് ഖുർആൻ എന്താണെന്ന് അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ബൈബിൾ എന്താണെന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയില്ല. വേദങ്ങൾ എന്താണെന്നുള്ളത് ഹിന്ദുക്കൾക്കും അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അത് അതിന്റെ എസൻസ് ആയിട്ടുള്ള അതിന്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പറ്റുന്ന അബദ്ധങ്ങളാണ് അല്ലേ? ഇപ്പൊ മഹാഭാരതത്തിന്റെ ഒരുപാട് കഥകളുണ്ട്. ആ ദർശനം അതിലുള്ള ചില മെസ്സേജസ് നമ്മൾ നോക്കാറുണ്ട്. രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നു, പക്ഷെ അതിന്റെ മെസ്സേജസ് നമ്മൾ നോക്കാറുണ്ട്. രാമായണത്തിൽ ഒരുപാട് കഥകളും ഉപകഥകളും ഉണ്ടല്ലോ. രാമായണം പലതുണ്ട്, രാമകഥകൾ ധാരാളമുണ്ട്. അറബി ഭാഷയിൽ പോലും രാമായണമുണ്ട്. കാമിൽ കൈലാനി എന്ന് പറഞ്ഞ ഒരു ഈജിപ്തുകാരൻ എഴുതിയതാണ്. അതിൽ നല്ല മര്യാദാ പുരുഷോത്തമനാണ് രാമായണം. ഈ രാമായണം അത് കോഴിക്കോട് സർവകലാശാലയിൽ ഒരു ഡിഗ്രി കോഴ്സിന് സിലബസിൽ ഈ രാമായണം ഉണ്ടായിരുന്നു, അറബി ഭാഷയിൽ രാമായണം. ആ രാമകഥകൾ പലതും ഇല്ലേ? വാൽമീകി രാമായണം, തുളസീദാസ രാമായണം, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം ഒക്കെയാണ് നമുക്ക് പരിചയമുള്ളത്. പക്ഷെ രാമകഥകളിൽ രാമായണത്തിൽ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീനില്ലേ? സീത പുഷ്പകവിമാനത്തിൽ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ മാരീചൻ പൊന്മാനിന്റെ വേഷം ധരിച്ചു വന്നപ്പോ അല്ലേ? ഇപ്പം മാരീചനൊക്കെ വരുന്നത് ഓൺലൈനിലാണ്, ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ തന്നെ മാരീച നീ എന്താ എന്നാലും വിളിക്കാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകാൻ എന്താ നീ വരാത്തത് എന്ന് ചോദിക്കുന്ന പെൺകുട്ടികൾ ഞങ്ങളുടെ പ്രദേശം കണ്ട് ഇവിടെ ആരുമില്ല. ഇവിടെയൊക്കെ നല്ല കുട്ടികളാണ്, എനിക്ക് ഇവിടുന്ന് പോകണല്ലോ. അപ്പോ ഇങ്ങനെ നല്ല നല്ല കുട്ടികളാണ്. മാരീചനെ മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലൊക്കെ മാരീചനെ വിളിക്കുന്ന കാലമാണ്. അന്ന് മാരീചൻ പൊന്മാനിന്റെ വേഷം ധരിച്ച് സീതയെ തട്ടിക്കൊണ്ട് പുഷ്പവിമാനത്ത് പോകുമ്പോൾ സീത തന്റെ വസ്ത്രങ്ങളുടെ ഒരു കഷ്ണം മുറിച്ചെടുത്തതിൽ ആഭരണങ്ങൾ പോയിട്ട് താഴെട്ടിട്ട കഥ അറിയാലോ. രാമനും ലക്ഷ്മണനും അന്വേഷിക്കുകയാണെങ്കിൽ പോയ വഴി കാട്ടെ വെച്ചിട്ടതാണ്. അത് അവരുദ്ദേശിച്ച പോലെ തന്നെ ആ സാധനം അവർക്ക് കിട്ടി. ചേട്ടനും അനിയനും അത് കിട്ടി. അവരെല്ലാം പരിഭ്രാന്തരായി വിഷമിച്ച് കണ്ണ് കലങ്ങി കാഴ്ച പോലും നഷ്ടപ്പെട്ട മട്ടിൽ നിൽക്കുന്ന സമയത്താണ് കിട്ടിയത്. ഈ പൊതി അഴിച്ചിട്ട് ലക്ഷ്മണന്റെ അടുത്ത് കൊടുത്തു രാമൻ. പറഞ്ഞു ഇതിന്റെ ചേട്ടത്തെ ധരിക്കണ വല്ലതാണോ നോക്കാം. ആദ്യം പുറത്തേക്ക് എടുത്തത് ഒരു തോൾ വളയാണ്. അവിടെ എങ്ങനെ ഇടുന്നൊരു വള, അത് ഇന്നില്ല, അന്നത്തെ ഒരു ആഭരണമായിരിക്കാം. ആ തോൾവള കിട്ടി. അത് കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല, ജ്യേഷ്ഠത്തിൽ ഇത് ധരിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ഒരു അരഞ്ഞാണം കിട്ടി. അത് കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല, ഇങ്ങനെ ഒരു ആഭരണം ചേച്ചി ധരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവസാനം ഒരു പാദസരം കിട്ടി. ആ പാദസരം കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ കരഞ്ഞ് കലങ്ങി പറഞ്ഞു, ഈ പാതാരബിന്ദങ്ങളിലാണ് ഞാൻ സദാ നമസ്കരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? ലക്ഷ്മണൻ സീതാദേവിയുടെ കൂടെ രാമന്റെ കൂടെ ഇത്ര കാലം ഉണ്ടായിട്ടും ആ പാതാരബിന്ദങ്ങളിലല്ലാണ്ട് നോക്കിയിട്ടില്ല എന്നാണ്. അപ്പൊ ജ്യേഷ്ഠ പത്നിയോട് അനുജൻ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലായോ?
ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇരിക്കണമെന്ന് മനസ്സിലായോ? അത് നല്ല സ്പീഡിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച രാമായണം പാരായണം പരമസുഖം എന്ന് പറഞ്ഞ് പരസ്യങ്ങളിട്ട് വാങ്ങി പെട്ടെന്ന് വായിച്ചു തീർത്തതൊക്കെ മനസ്സിലാവുമോ? അപ്പൊ മനസ്സിലാവില്ല. അപ്പൊ ഇത് കണ്ടപ്പോ ഈ ലക്ഷ്മണൻ ഇത് പറഞ്ഞപ്പോ ആ പാതാരബിന്ദങ്ങളിലാണ് നമസ്കരിച്ച് മനസ്സിലായി. മാത്രല്ല സൗമിത്രേയനാണ് ലക്ഷ്മണൻ. സുമിത്രയോട് അമ്മയോട് ലക്ഷ്മണൻ ഞാനും കാട്ടിപ്പോട്ടെ ഏട്ടന്റെ കൂടെ എന്ന് ചോദിച്ചപ്പോ പോയിക്കോളാൻ പറഞ്ഞു. പോയിക്കോളാൻ പറയുക മാത്രമല്ല ചെയ്തത്, ഇന്നു മുതൽ നിന്റെ അമ്മ സീതയാണ്, നിന്റെ അച്ഛൻ രാമനാണ്, നിന്റെ അയോധ്യ എന്ന് പറയുന്നത് കാടാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം